ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷിക്കാഗോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ആൻഡ് യങ് റിയലേറ്റർ ഷെൽജോ എബ്രഹാം. ഷെൽജോ അച്ചീവ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഷെൽജോ ഒരു അമേരിക്കൻ ബോൺ മലയാളി റിയലേറ്ററാണ് വിത്ത് 10 years of experience. Let's take a look at this house. അങ്ങനെ ഇനി ഷെൽജോനെ പറ്റി നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. അപ്പം ഷെൽജോ ഇവിടെ ഇങ്ങനെ അമേരിക്കൻ ബോൺ ആണല്ലോ. അപ്പം എങ്ങനെയാ മലയാളം പറയാൻ പഠിച്ചത്? സിനിമകൾ കണ്ടുപിടിച്ചു. ആണോ? ഫേവറേറ്റ് മലയാളം ആക്ടർ ആരാ? മോഹൻലാൽ. ആഹാ, ലാലേട്ടന്റെ സിനിമയൊക്കെ കണ്ടാണോ മലയാളം പറയാൻ പഠിച്ചത്? ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അത് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഷെൽജോ ആദ്യം ഏതാ ചൂസ് ചെയ്യുന്നത്, പ്രൊഫഷണൽ ഓർ പേഴ്സണൽ? പ്രൊഫഷണൽ ആവട്ടെ. ഓക്കെ, ഗുഡ് ആണല്ലോ. ഓക്കെ, അപ്പം എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് ഈ റിയലേറ്റർ എന്ന ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കാരണം? സോ ഞാൻ ആക്ച്വലി ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത ആളല്ലായിരുന്നു. എനിക്കിങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കാൻ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് കോഴ്സ് എടുത്തു. ആ കോഴ്സ് എടുത്തപ്പോൾ ആക്ച്വലി ഇവിടെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയല്ല പഠിപ്പിച്ച, കുറേ റിയൽ എസ്റ്റേറ്റിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും പഠിപ്പിച്ചു. സോ ആ കോഴ്സ് ഇറങ്ങി കഴിഞ്ഞപ്പോഴും എനിക്ക് ഏജൻറ്റ് ആവാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിക്ക് ആ സമയത്ത് സ്നാപ്ചാറ്റ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ലായിരുന്നു. കൊള്ളാലോ, നല്ല കൊച്ചാണല്ലോ. അതെ. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾസിലെല്ലാം ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട് സർക്കിളിലും ഓരോ ആളെങ്കിലും ഉണ്ടായിരുന്നു വീടെടുക്കാൻ റെഡി ആയിട്ട്. സോ ഞാനൊരു ട്രൈ വെക്കാമെന്ന് വിചാരിച്ച് എക്സാം പോയി എഴുതി, ഏജൻ്റായി. ആദ്യത്തെ ഒരു 9 months വളരെ ടഫാകും, പക്ഷേ 9 months കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് സെയിലായി. അത് കൊള്ളാം, കാരണം നമുക്ക് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് അറിയാവുന്നവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാം അല്ലേ? അപ്പം ഏകദേശം ഇപ്പം ഇതുവരെ എത്ര വീട് സെൽ ചെയ്തിട്ടുണ്ട്? എക്സാക്ട് നമ്പർ എനിക്ക് കറക്റ്റ് അല്ല, ബട്ട് ഏകദേശം ഒരു 150-ish. ഓ, ദാറ്റ്സ് എ ഗുഡ് നമ്പർ. കൊള്ളാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൊഫഷണൽ ഓർ പേഴ്സണൽ? പേഴ്സണൽ. ഓക്കെ, സോ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാണ്? ഒന്നെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അമേരിക്കയിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ഏതാണ്? എനിക്ക് നല്ല ക്രൗഡും കമോഷനൊക്കെ ഉള്ള സ്ഥലമാണ് താല്പര്യം. സോ അതാണ് എനിക്ക് ന്യൂ ഓർലീൻസ് വളരെ ഇഷ്ടം. സോ ഈ വീടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഹാർഡ്വുഡ് ആണ്. ഹാർഡ്വുഡിനെക്കാളും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്നുകൂടി ഈസിയാണ്. ഓക്കെ, ആൻഡ് ഈ റെയിലിങ്ങും കൊള്ളാം. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഇനി ഒരു പ്രൊഫഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? അപ്പം ഒരു ക്ലയൻറ്റ് വരുമ്പം, ഒരു വീട് മേടിക്കാൻ ഒരു ക്ലയൻറ്റ് വരുമ്പം അവർ ഏറ്റവും ആദ്യം നോക്കണ്ടേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 3 things എന്തൊക്കെയാണെന്ന് പറയാമോ? സോ ഇത് എല്ലാ റിയൽറ്റേഴ്സിൻ്റെ ഫേവറേറ്റ് ചോദ്യമാണ്. എല്ലാ റിയൽറ്റേഴ്സിനും ഇത് ഒരു ഉത്തരവുള്ളൂ. Number 1, location. Number 2, location. Number 3, location. എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇപ്പോൾ വീടിന് പല കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ വീടിന് ഒരു ബാത്റൂം കൂടെ പിടിപ്പിക്കണമെന്ന് തോന്നിയാൽ കുറച്ച് പൈസ മുടക്കാതെ ചെയ്യാൻ പറ്റും. 3rd floor ഉണ്ടാക്കാം, എലിവേറ്റർ പിടിപ്പിക്കാം, പല കാര്യങ്ങൾ, സ്വിമ്മിംഗ് പൂൾ പണിയാം. പക്ഷേ ലൊക്കേഷൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. സോ പിന്നെ വേറെ 2 things പറയുകയാണെങ്കിൽ ഞാൻ പറയും പ്രൈസ്. അതിൽ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്. രണ്ടാമത്തത്, ഈ വീട് മറ്റു വീടുകൾ കമ്പയർ ചെയ്യുമ്പോൾ ആ വിലയുണ്ടോ. പിന്നെ മൂന്നാമത്തെ ഞാൻ പറയും നമ്മുടെ ആവശ്യം എന്താണ്. സോ നമ്മുടെ കൂടെ പ്രായമായവർ നിൽക്കുന്നുണ്ട്, അവർക്ക് 1st floor ബെഡ്റൂം വേണോ, നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ബാത്റൂം മസ്റ്റാണോ, നമ്മളിങ്ങനെ വലിയ പാർട്ടിയും മീറ്റിംഗ് ഒക്കെ നടക്കുന്നവരാണെങ്കിൽ ബേസ്മെൻറ്റ് നിർബന്ധമാണോ. സോ ഇതെല്ലാം അതൊരു നല്ലൊരു 3 things, ലൈക്ക് നല്ലൊരു എക്സാമ്പിൾസ് ആണ്. കാരണം മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ലൊക്കേഷൻ അല്ലേ? ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? അപ്പം ഷെൽജോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് എവിടുത്തെയാ? ലൈക്ക് ഇന്ത്യൻ ഫുഡാണോ, അമേരിക്കൻ ഫുഡാണോ, അതോ വേറെ ഏതെങ്കിലും ക്യൂസിൻ ആണോ? ഇന്ത്യൻ ഫുഡാണ്, ബട്ട് ഇറ്റ്സ് എ ഹാർഡ് ചോയ്സ് ബിറ്റ്വീൻ പിസ്സ ഓർ ബിരിയാണി. സോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇന്നൊരു ഡബിൾ ഡോർ ഉണ്ട്. സോ ഫർണിച്ചറൊക്കെ കയറ്റാൻ ഒന്നുകൂടി സൗകര്യമാവും. ഇവിടെ കുറച്ചുകൂടി വീതിയുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. സോ ഇവിടെ ബെഡൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ ട്രെഡ്മില്ലൊക്കെ വെക്കാൻ സ്പേസ് ഉണ്ടാവും. നല്ലതാണ്.
അവിടെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബാത്റൂം. സോ നോർമലി ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ബാത്റൂം ഇതാവും. ഓക്കെ, നൈസ്. ഇവിടെ ഒരു ജക്കൂസി ഉണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡിങ് ഷവർ ഉണ്ട് അല്ലേ? ഇനി അടുത്തൊരു പ്രൊഫഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ എ ഹൗസ്? അതായത് ഇവിടെ ഇങ്ങനെ ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നോക്കണല്ലോ, അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഏത് ടൈമിലാണ് നമുക്ക് ഒരു വീട് മേടിക്കേണ്ടത്? സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്ന ആൻസർ, നമ്മുടെ ആവശ്യം നോക്കി വാങ്ങാം. ഒരു വീട് മേടിക്കുകയാണെങ്കിൽ ഒരു 10 to 15 years അവിടെ താമസിക്കാനുള്ള പ്ലാനിൽ വാങ്ങാം. ബിക്കോസ് നമുക്ക് നാളെ മാർക്കറ്റ് കൂടും താഴും ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെയിം തിങ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സ്. സോ ഇപ്പോൾ നമ്മൾ 2 വർഷം താമസിക്കാൻ പ്ലാൻ ആണെങ്കിൽ ആ വീട് മേടിച്ചിട്ട് 2 വർഷം വിൽക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് 600,000 മേടിക്കുന്ന വീട് നാളെ ചിലപ്പോൾ 400,000 പോയി എന്ന് വരും, പറയാൻ പറ്റില്ല. സോ ഞാൻ അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 10 to 15 years താമസിക്കുന്ന രീതിയിൽ മേടിക്കണം അല്ലേ? ഓക്കെ, യാ, ദാറ്റ്സ് നൈസ്. ഓർ ഞാൻ പറയും ഒരു സ്പ്രിംഗ് മാർക്കറ്റിൽ നോക്കുന്നത് നല്ലതാണെന്ന് പറയും. ബിക്കോസ് അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഓപ്പൺ ആയി വരും, പക്ഷെ സമ്മറിൻ്റെ അത്ര കോമ്പറ്റീഷനും ഇല്ല നമ്മൾക്ക്. അതുപോലെ തന്നെ ഇവിടെ വീട് മേടിക്കുമ്പം ഈ സ്കൂളിന്റെ റേറ്റിംഗ് ഒക്കെ നോക്കണ്ടേ? ഓഫ് കോഴ്സ്. ഞാൻ അപ്പോൾ റെക്കമെൻഡ് ചെയ്തൊരു നല്ല സ്കൂൾ ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലത്ത് വീട് മേടിക്കാനാണ്. ബിക്കോസ് ഇപ്പോൾ ഇക്കോണമിക്ക് വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ദോസ് ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ പോവാണ്. കാരണം കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ്. കാരണം ഷെൽജോ ഒന്ന് ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ, ഈ റിയൽ എക്സ്പീരിയൻസിൽ ഉണ്ടായ ഒരു ഫണ്ണി തിങ്സ് പറയാമോ? ഒരു എന്താണ് എപ്പോഴും ആലോചിക്കുമ്പോൾ ചിരിക്കാൻ തോന്നുന്ന ഒരു കാര്യം പറയാമോ? പണ്ട് എൻ്റെ കയ്യിൽ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളിൻ്റെ കൂടെ ഇങ്ങനെ കുറേ നാൾ ഞാൻ നടക്കാമെന്നു. പുള്ളി ഓരോ വീട് കാണുന്തോറും ഓരോ എക്സ്ക്യൂസ് പറയും അത് മേടിക്കാതിരിക്കാൻ. സോ ഒരു വീട് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ആ വീടിന് മേളിൽ കൂടെ ഫ്ലൈറ്റ് ഓടുന്നുണ്ടെന്ന്. വേറെ വീട് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടുത്തെ പുല്ലയിൽ അവർ ഫെർട്ടിലൈസർ ഇടുന്നുണ്ടെന്ന്. പിന്നെ അങ്ങനെ കുറേ എക്സ്ക്യൂസ്. പിന്നെ വേറൊരു വീട് കാണിച്ചു എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോഴും പുള്ളി ഒരു എക്സ്ക്യൂസ് പറയും. അന്ന് പുള്ളി പറഞ്ഞ എക്സ്ക്യൂസ് ഈ വീട് സിറ്റി വാട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഷോക്കിലായി. ഓൾമോസ്റ്റ് ഇല്ലിനോയിൽ എല്ലാ വീടുകളും സിറ്റി വാട്ടർ ഉപയോഗിക്കുന്നത്, എന്താ വെൽ വാട്ടറിനോട് ഇത്ര താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുകയാണ് സിറ്റി വാട്ടറിൽ ക്ലോറിൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താ ഇത്ര വലിയ പ്രശ്നം, എല്ലാവരും ഉപയോഗിക്കുന്നതല്ലെന്ന് ഞാൻ ചോദിച്ചു. പുള്ളി പറയാം അത് ക്ലോറിന് നമ്മുടെ മുടി കൊഴിക്കുന്നത്. ഓക്കെ, അത് അപ്പം ഇന്ത്യൻസ് ആണോ അതോ ഇവിടെയുള്ള അമേരിക്കൻസ് ആണോ? ഒരു ഇന്ത്യൻ ആണ്, അതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കോമഡി, പുള്ളിയുടെ തലയിൽ ഒരു മുടിയില്ല. അതൊരു ഫണിയാണ്, അത് ശരിയാണ്. അതുപോലെ ഈ വീട് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇതിന്റെ ബേസ്മെന്റ് കാണാൻ ഇറങ്ങിയപ്പം ഷെൽജോ എന്നോട് ഒരു സ്റ്റോറി പറഞ്ഞില്ലേ, ലൈക്ക് ഫ്യൂ മന്ത്സ് ബാക്ക് ഒരു ഫണ്ണി സ്റ്റോറി, അതൊന്ന് ഷെയർ ചെയ്യാവോ? സോ ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഇങ്ങനെ വീട് കാണിക്കാന്നു. ഞങ്ങൾ വാതിൽ തുറന്ന് അതിൻ്റെ ബേസ്മെന്റ് അകത്തേക്ക് കയറി. സോ ബേസ്മെന്റ്സ് ഓൾറെഡി ഒരു ഡാർക്ക് സ്കേറി സ്ഥലമാണ്. സോ അവിടെയും ഇങ്ങനെ ഇച്ചിരി ഇട്ടായ ഒരു സ്ഥലമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ കൂട്ടാണ് ഈ വാതിൽ തുറന്നു, യൂട്ടിലിറ്റി റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഒരു പ്രേതം പോലെ എടുക്കുന്ന ഒരു മതമേന അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഉടനെ തന്നെ വാതിൽ അടച്ചു. സംസാരിച്ചോ അതോ പുള്ളിക്കാരത്തി ഒരു ബുക്ക് വായിക്കാന്ന് ഒരു മസലോ ആണെങ്കില്ല. നിങ്ങളെ നോക്കിയോ? ഞങ്ങള് നോക്കിയ പോലെ ഇല്ല, ആ ബുക്കിൽ അങ്ങ് ഫോക്കസ് ചെയ്തോണ്ടിരിക്കാന്ന്. ഞങ്ങൾ പേടിച്ചുപോയി, ഇറങ്ങി ഓടി. പിന്നെ ഞങ്ങൾ അതിന്റെ റീൽറ്റർ വിളിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായ. അതിന്റെ ഹൗസ് ഓണർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി അത് മാറി തന്നതാണ് യൂട്ടിലിറ്റി റൂമിൽ പോയിരുന്നത്. ഓ, ഹൗസ് ഓണർ മാറി യൂട്ടിലിറ്റി റൂമിൽ പോയിരിക്കുവായിരുന്നു. സാധാരണ നമ്മൾ വീട് കാണിക്കാൻ ചെല്ലുമ്പോൾ ഹൗസ് ഓണർ അവിടെ കാണാൻ പാടില്ല, പക്ഷെ നമ്മളിന്ന് പേടിപ്പിച്ചു. അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എനിക്ക് മനസ്സിലാവും, കാരണം നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഒരു മുറി തുറക്കുമ്പോൾ ചാരുകസേരയിൽ ഒരു അമ്മച്ചി ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അല്ലേ അന്ന്. അത് പക്ഷെ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഷെൽജോ അത് ആദ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ ചിരിച്ചു. ഒന്ന് ചിരിക്കട ഷെൽജോ. അതുപോലെ ഷെൽജോ ഒരു ചെറിയ വണ്ടി പ്രാന്തനാണ്, അതുപോലെ തന്നെ ഒരു ബൈക്ക് പ്രാന്തനാണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഷെൽജോയുടെ കയ്യിലുള്ള ബൈക്കിന്റെ പേരൊന്ന് പറയാമോ? സോ ഞാൻ ആക്ച്വലി ഒരു മീഡിയം പ്രാന്തനാണ്. എൻ്റെ ഫ്രണ്ട്സിനാണ് നല്ല പ്രാന്തമുള്ളത്. അപ്പം ഫ്രണ്ട്സ് ഒക്കെ പ്രാന്തന്മാരാണെന്നാണോ ഈ പറയുന്നത്? അല്ല, പക്ഷെ അവിടെ ഒപ്പം ഓടിക്കാൻ വേണ്ടി എൻ്റെ ഒരു സുസുക്കി കട്ടാനയുണ്ട്. കാട്ടാനയോ? എല്ലാവരും അതാ പറയുന്നത്, എല്ലാവരും കാട്ടാന എന്നാ പറയുന്നത്, പക്ഷെ കട്ടാനയാണ്.
കട്ടാന, ഓക്കെ, കൊള്ളാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ തന്നെ ഷെൽജോയ്ക്ക് എടുക്കാൻ ഇഷ്ടമുള്ള ഒരു വണ്ടി ഏതാണ്? ഒരു ജീപ്പ് റേംഗ്ലർ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് റൂഫൊക്കെ താഴ്ത്തി കാറ്റടിച്ച് പാട്ടൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരു ജീപ്പ് എടുക്കാനാണ് അടുത്ത ഇഷ്ടം അല്ലേ? ഓക്കെ. അങ്ങനെ ഇന്ന് നമ്മളൊരു വീട് കണ്ടു. അതുപോലെ തന്നെ നമ്മളൊരു ഷിക്കാഗോയിലെ മോസ്റ്റ് ടാലന്റഡ് യങ് ഗുഡ് ലുക്കിംഗ് റിയലേറ്ററിനെ പരിചയപ്പെട്ടു. അപ്പം എന്താണ് ഇനി ഷെൽജോയ്ക്ക് പറയാനുള്ളത്? If you like to buy or sell a house in the Chicago area, please feel free to give me a call at 331-202-6087. അതുപോലെ നമ്മളിന്ന് വീഡിയോയിൽ കണ്ട വീടും ഫോർ സെയിലാണ്. ഈ വീട് താല്പര്യമുള്ളവർ ഉടനെ തന്നെ എന്നെ വിളിക്കുക. ഞാനൊരു നല്ല ഡീൽ ഒപ്പിച്ച് തന്നിരിക്കും. താങ്ക് യു.